ബ്രോക്കർ സുഭാഷിനെ വിളിച്ചു പറയാണ്, ഇന്ന് പെണ്ണിൻ്റെ വീട്ടുകാർ നിങ്ങളുടെ വീട് കാണാൻ വരുന്നുണ്ട്. സുഭാഷ് ചോദിക്കും, ഇന്നോ? ഞാൻ വീട്ടിലാരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ബ്രോക്കർ പറയും, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞത്. അവർ ഉച്ച കഴിഞ്ഞേ വരൂ. സുഭാഷിനത് വീട്ടുകാരോട് എങ്ങനെ പറയണമെന്നറിയില്ല. സുഭാഷ് അടുക്കളയിൽ നിൽക്കുമ്പോൾ നിധി അങ്ങോട്ട് വരികയാണ്. നിധി പറയും, സുഭാഷ് ഏട്ടാ, ചോറ് തിളച്ച് ചിന്തുന്നു. സുഭാഷ് വേഗം ഗ്യാസ് ഓഫ് ചെയ്യാണ്. സുഭാഷ് ഏട്ടന് എന്തെങ്കിലും ടെൻഷനുണ്ടോ? എന്താ സുഭാഷ് ഏട്ടാ പ്രശ്നം? സുഭാഷ് അറിയേ ഒന്നുമില്ല. നികേഷ് വന്ന് ചോദിക്കും, സുഭാഷ് ഏട്ടാ, എൻ്റെ ടിഫിൻ എവിടെ? സുഭാഷ് അവിടെ ഉണ്ടാക്കിയ ഉപ്പേരി കുറച്ചെടുത്ത് നികേഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ നോക്കുകയാണ്. നികേഷ് ചോദിക്കും, ഇതെന്താ? നീയല്ലേ ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്? ടേസ്റ്റ് ചെയ്യണമെന്നല്ല, എൻ്റെ ടിഫിൻ എവിടെയെന്നാണ് ചോദിച്ച്. സുഭാഷ് ഏട്ടന് ഇവിടെ ഒന്നും അല്ലേ? ഹരീഷും കൂടെ അങ്ങോട്ട് വരും. ഹരീഷ് പറയും, ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചിരുന്നു. സുഭാഷ് ഏട്ടൻ ഇന്നലെ ഉറങ്ങിയിട്ട് പോലുമില്ല. എന്താ സുഭാഷ് ഏട്ടാ പ്രശ്നം? ജോലിസ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സുഭാഷ് ഒന്നുമില്ല. ഹരീഷും സുധീഷും കൂടെ മുടിച്ചിരിക്കുന്ന കണ്ണാടിയുടെ അടുത്ത് അടികൂടുകയാണ്. സുധീഷ് പറയും, നിന്നതാ നികേഷ് വിളിക്കുന്നു. അതും പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് മുടി ചെയ്യും. സുധീഷ് പറയും, ഞാനിന്ന് നേരത്തെ ഒരുങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയും? എന്നെ കാണാൻ ഒരു സുന്ദരി കുട്ടി വന്നിട്ടുണ്ട്. ആ കുട്ടിയെ കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്പ്രേ ഒക്കെ അടിക്കും. ഹരീഷ് പറയും, ഇങ്ങേരിക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഹരീഷ് ചോദിക്കും, എടോ, തൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ? സുധീക്ക്, ആണോ? ഈ ചോദ്യം നീ നിധിയോടൊന്ന് ചോദിച്ചേ. എന്നെ ഭർത്താവായിട്ട് കാണുന്നുണ്ടോന്ന്? അതൊരു ഫേക്ക് മാരേജ് ആണെന്നാണ് അവളിപ്പോഴും പറയുന്നത്. നിധി ഇപ്പോഴും ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കും. കേട്ടില്ലേ? അതും പറഞ്ഞ് സുധി എന്തോ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിക്കുകയാണ്. എല്ലാവരുടെ അടുത്തും പോയി ഡാൻസ് കളിച്ചിട്ട് അടുക്കളയിൽ പോയിട്ട് സുഭാഷിൻ്റെ അടുത്തും പോയിട്ട് ഡാൻസൊക്കെ കളിച്ച് തിരിച്ചു വരുന്നിടയ്ക്ക് തലേന്ന് ഡോറിലിടിക്കും. അത് കാണുമ്പോൾ എല്ലാവരും ചിരിക്കും. സുധീഷ് പറയും, എന്നാൽ ഞാൻ പോയിട്ട് വരാം, നിങ്ങളൊക്കെ വരുന്നില്ലേന്ന് ചോദിക്കും. നിധി പറയും, ഞാനും നികേഷും കൂടെ പോയിക്കോളാം. സുധീഷ് ആദ്യം തന്നെ പോയിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ആ പെൺകുട്ടി സുധീഷിനെ നോക്കി ചിരിക്കുമ്പോൾ സുധീഷ് മനസ്സ് പറയും, അയ്യോ കണ്ടാലും മതി, ഈ നിധി ഇത് എവിടെ പോയി കിടക്കുക? സുധീഷ് നിധിയെ നോക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. ആ സമയത്ത് നിധി നികേഷും കൂടെ അങ്ങോട്ട് വരും. അത് കാണുമ്പോൾ തന്നെ സുധീഷിൻ്റെ പെർഫോമൻസ് ഒക്കെ തുടങ്ങും. കയ്യിലുണ്ടായിരുന്ന ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ടിട്ട് സുധീഷ് അവിടെ നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിധിക്ക് ദേഷ്യം വരും. സുധീഷ് നികേഷിനോട് കുറച്ച് സംസാരിക്കും. എന്നിട്ട് പറയും, ഹായ് നിധിയോ? നിധി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല കേട്ടോ. നിധി സുധിയെ കളിയാക്കിയിരിക്കും, ഇതെന്താ കണ്ണ് തട്ടാതിരിക്കാൻ വെച്ചാണോ? സുധി ചോദിക്കും, ഒരു സുന്ദരിക്കുട്ടി നോക്കിയപ്പോൾ നിങ്ങൾക്കൊക്കെ അസൂയ തോന്നുന്നുണ്ടോ എന്നോട്? ഞാനെന്തായാലും അവളോടൊന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സുധീഷ് ആ കുട്ടിയുടെ അടുത്തേക്ക് പോവാണ്. സുധീഷ് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നിധി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നുണ്ട്. അത് കാണുമ്പോൾ സുധീഷിന് വല്ലാത്ത സന്തോഷം തോന്നും. ഒരു ഓട്ടോ വരുമ്പോൾ നിധി ആ ഓട്ടോയിൽ കയറിയിട്ട് പോവാണ്. നിധി പോയി കഴിയതും സുധി വേഗം അങ്ങോട്ടേക്ക് വരും. നികേഷ് ഇങ്ങനെ മനസ്സ് പറയും, ഏട്ടത്തി ഇറിറ്റേറ്റ് ചെയ്യാൻ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ സുധീഷ് ഏട്ടന് വലിയ പണിയാവും. ഓഫീസിലേക്ക് സുഭാഷ് നിധിയെ കാണാൻ വരികയാണ്. നിധിക്കും, എന്താ സുഭാഷ് ഏട്ടാ, അകത്തേക്ക് വരായിരുന്നല്ലോ? സുഭാഷ് പറയും, ഞാൻ ഈ ജോലി ഡ്രസ്സിലാണ്, പിന്നെ മോളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ബുദ്ധിമുട്ടായില്ലല്ലോ? നിധി പറയും, ഇല്ല സുഭാഷ് ഏട്ടൻ പറഞ്ഞോ. അതെനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ആണോ? ഏയ് അങ്ങനെയൊന്നുമല്ല. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, ഒരു വീട് കാഴ്ച പോലെ. സുഭാഷ് പെണ്ണ് കണ്ട കാര്യങ്ങളൊക്കെ പറയാണ്. ഇതേക്കുമ്പോൾ നിധിക്കും, ആ സുഭാഷ് ഏട്ടൻ ആൾ കൊള്ളാലോ, പെണ്ണ് കണ്ട കാര്യം ഞങ്ങളോട് എന്താ പറയാതിരുന്നത്? സുഭാഷ് പറയും, നിങ്ങളെയും കൂട്ടി പോയി കണ്ടു കഴിഞ്ഞാൽ ആ കല്യാണം നടക്കാതാകുമ്പോൾ നിങ്ങൾക്ക് വല്ലാതെ വിഷമം തോന്നും, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് കരുതിയത്. നിധിക്കും, സുഭാഷ് ഏട്ടൻ അറിയുന്ന കുട്ടിയാണോ? സുഭാഷ് പറയും, അറിയുന്നതല്ല, ബ്രോക്കർ വഴി കണ്ടതാണ്. ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, നമ്മുടെ കാര്യങ്ങളൊക്കെ ഞാൻ ആ കുട്ടിയോടും പറഞ്ഞിട്ടുണ്ട്. അവരിന്ന് ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരും. അപ്പോൾ മോള് വേണം എല്ലാവരോടും ഇതൊന്ന് വിളിച്ചു പറയാം. നിധിക്കും, ഇത്രയേ ഉള്ളൂ കാര്യം, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാനിന്ന് ഉച്ചയ്ക്ക് നേരത്തെ വീട്ടിലേക്ക് വരാം. അവർ വരുമ്പോഴേക്കും വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം.